ഇതിനകത്ത് ശ്യാമിലി രണ്ട് പ്രശ്നങ്ങളുണ്ട്. അതിനു മുമ്പ് പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടുന്നതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം മന്ത്രി PC വിശ്വനാഥ് ഇക്കാര്യത്തിലെടുത്ത നിലപാടാണ്. വളരെ അദ്ദേഹത്തെ അറിയാവുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അറിയാവുന്ന ഒരു ആളെന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു നിലപാട് തന്നെ കണ്ടത് വളരെ സന്തോഷകരമായി തോന്നി. അത് നമ്മൾ അദ്ദേഹത്താലും ഈ സർക്കാരിനാലും ഭരിക്കപ്പെടുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണ ആളെന്ന നിലയ്ക്ക് അദ്ദേഹം അക്കാര്യത്തിൽ വളരെ പരിപക്വമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അക്കാര്യത്തിൽ കലാകാരന്മാർക്കൊപ്പം നിന്നു, കലാകാരിക്കൊപ്പം നിന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം അതിനകത്ത് ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു മറിച്ചൊരു നിലപാട് കൂടെ പറയാമായിരുന്നിടത്ത് പോലും, പക്ഷേ അദ്ദേഹം അങ്ങനെ പറയേണ്ടുന്ന കാര്യമില്ല എങ്കിലും അത് അദ്ദേഹം വളരെ 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 സ്വീകാര്യമായിട്ടുള്ള സന്തോഷകരമായ ഒരു സ്റ്റാൻഡ് എടുത്തു എന്നത് നല്ലതാണ്. അത് ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. കലാകാരികളും കലാകാരന്മാരും ഒക്കെ അവരവരുടെ കല ആവിഷ്കരിക്കുമ്പോൾ ഏത് നിലക്കാണ് അവർ വരേണ്ടതെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന നല്ല ഒരു മെസ്സേജ് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഇവിടെ കഴിഞ്ഞു. അക്കാര്യത്തിൽ നമ്മുടെ ഒരു സന്തോഷം എന്തായാലും പ്രകടിപ്പിക്കേണ്ടതുണ്ടല്ലോ. ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞ സ്നേഹലത റെഡ്ഡിയുടെ എന്ന ഈ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കേന്ദ്ര സംഭവമായിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം. രണ്ടാമത്തേത് ഈ സംഭവം, അതായത് ഈ സ്നേഹലത റെഡ്ഡിയായിട്ട് ആ ഘട്ടത്തിൽ വരുന്ന ഈ നടിക്കെതിരായിട്ടുള്ള സദാചാര ആക്രമണം. ഈ സദാചാര ആക്രമണം സത്യത്തിൽ ആദ്യം ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ചിലയിടങ്ങളിൽ 1-2 കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകൾ, ഒരു ബുദ്ധിജീവി ലെവലിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവർ ക്യാബറ ഡാൻസിനോടൊക്കെ ഇതിനെ ചേർത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്കപ്പോൾ ആദ്യഘട്ടത്തിൽ ഞാനത് വായിക്കുമ്പോൾ മനസ്സിലായിരുന്നില്ല. കാരണം ഇതെന്താണ്, DYFIയുടെ പരിപാടിയിൽ എന്തോ ഒരു വിഷ്വൽ ഏഴിമല പൂഞ്ചോല എന്നുള്ള പാട്ടിട്ടിട്ട് ഇങ്ങനെ ഓടിക്കുകയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത് സ്നേഹലത റെഡ്ഡിയുടെ ഒരു ജീവിതം ആസ്പദമാക്കിയുള്ള നാടകമാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇതെന്തോ ക്യാബറ ഡാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് വല്ലാത്ത തോതിൽ പരിഹസിക്കുകയാണ്. അപ്പോൾ ഈ ദൃശ്യത്തിൽ തൊട്ട് പിന്നിൽ ബാക്ക്ഡ്രോപ്പിൽ ഈ പുഷ്പൻ, അവരുടെ CPIഎമ്മിൻ്റെ എക്സാക്റ്റായിട്ടുള്ള പുഷ്പൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കൂടെയുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് വെച്ചൊക്കെയാണ് പരിഹാസം. അപ്പോൾ ഞാനപ്പോഴും എനിക്ക് രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എതിർക്കാമെന്ന് പറയുമ്പോഴും ഈ വസ്ത്രത്തിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അതെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ആളുകൾ ഇതെന്തോ വലിയൊരു കാര്യം പോലെ പറയുന്നതെന്ന് ഒരു നഗ്നതാ പ്രദർശനം എന്നൊക്കെയാണ് പലരും എഴുതിയിരുന്നത്, ക്യാബറ ഡാൻസ് പോലെ. ഇതിനകത്ത് എന്താ നഗ്നതാ പ്രദർശനം എന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഈ ഏഴിമല പൂഞ്ചോല എന്ന മറ്റൊരർത്ഥമുള്ള പാട്ടിട്ടതിന് ശേഷം പോലും ആ കാണുന്ന ആക്ട്രസ് അത് പെർഫോം ചെയ്യുന്നത് ഒരു ദുരിതത്തിലകപ്പെട്ട ശരീരം എന്ന നിലക്കാണത് പ്രത്യക്ഷമാകുന്നത്. അല്ലാതെ അതെന്തെങ്കിലും തരത്തിൽ അവർ ആ കാര്യത്തിൽ അവർ വളരെ വിജയിച്ചു. ഒരു ദുരിതത്തിലകപ്പെട്ട ഒരു ശരീരം എന്നത് മനസ്സിലാക്കാനാകുന്ന വളരെ സെക്കൻഡ്സ് മാത്രമേ ആ വിഷ്വലുള്ളെങ്കിൽ പോലും അതിനകത്ത് നേരെ അർത്ഥം മാറ്റിക്കളയുന്ന ഒരു പാട്ട് അതിനകത്ത് വെച്ചിട്ട് പോലും അത് കൺവേ ചെയ്യുന്ന ഐഡിയ എന്താണ്? അതൊരു ദുരിതത്തിൽപ്പെട്ടിരിക്കുന്നൊരു ശരീരമാണ്. അത് ആൺ പെൺ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അത് ദുരിതത്തിലകപ്പെട്ടൊരു ശരീരമാണെന്ന് കൺവേ ചെയ്യുന്ന ഒരു ആക്ട്രസിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിൻ്റെ നഗ്നത, അതിന് മാത്രം ഇത്രമാത്രം വലിയ ബഹളം ഉണ്ടാക്കാൻ ഈ ആളുകൾക്ക് എന്താണുള്ളതെന്ന് എനിക്ക് തോന്നാൻ കാരണം, ഒന്ന്, പഴയ പോലെ അല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നാൽ ഈ ജിമ്മിലൊക്കെ പോകുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ഡ്രസ്സ് ഇതുപോലൊക്കെ തന്നെയല്ലേ? അല്ല, ഇത് പണ്ടൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇത്രമാത്രം ദൃശ്യസംഗതികൾ ഇല്ലാത്തൊരു കാലത്ത്, എന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോൺ വരാത്ത കാലത്ത്, സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത്, ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള പത്രങ്ങളും മാഗസിനുകളും മാത്രമായിരുന്ന കാലത്ത് ഈ സംഗതിക്കൊരു ഒരു ഈ പറയുന്ന പോലെ ഒരു കൗതുകം ഉണ്ടായേക്കാം. ഏത് സ്ത്രീ ശരീരമൊക്കെ ഏത് ഘട്ടത്തിലും കാണുമ്പോഴൊക്കെ ഒരു ലൈംഗികത മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ദൃശ്യമാണല്ലോ എന്ന് തോന്നലുണ്ടാക്കിയേക്കാമെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പലതരത്തിൽ പല ഘട്ടത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങളുമായിട്ട് എവിടെയും ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണാവുന്ന മറ്റൊരു ദൃശ്യധാരാളിത്തമുള്ളൊരു ലോകത്ത് ഇതിനകത്ത് ഒരു പ്രശ്നമില്ലാത്തതാണ്. അല്ലാത്ത കാലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് ഇവിടെ ഇട്ടല്ലോ. ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ലാത്ത ഒരു കാര്യമാണ്. രണ്ട് തരത്തിൽ. ഒന്നത്, ഇപ്പോൾ ലൈംഗികത അഭിനയിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ടല്ലോ, നാടകത്തിൽ സിനിമയിലൊക്കെ ആ രംഗം അഭിനയിക്കുക എന്നുള്ളത് ലൈംഗികത ധ്വനിപ്പിക്കുന്ന അഭിനയത്തിലേക്ക് വരേണ്ടുന്ന സ്ത്രീ ശരീരങ്ങൾ, അത് ധ്വനിപ്പിക്കുന്ന ചലനങ്ങളുമായിട്ട് രംഗത്തെത്തും. ഇത് ദുരിതമാണ് ധ്വനിപ്പിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ സക്സസ് ആണ് ആ നാടക നടി അതിനകത്ത്. രണ്ടാമത്തേത്, ഇതിലെ വസ്ത്രം എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള വസ്ത്രമാണ്, അസാധാരണമായിട്ടുള്ള അല്ല. എന്നിട്ടും ഈ ആളുകൾ എന്തിനാണ് ഇത് പറയുന്നത് എന്ന തോന്നൽ എനിക്ക് ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് സ്നേഹലത റെഡ്ഡിയുമായി ബന്ധപ്പെട്ടൊരു നാടകമാണ് എന്ന സംഗതിയും കൂടെ വരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ ബുദ്ധിജീവികളായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അവരവരുടെ ഷൂവിലേക്ക് ഇങ്ങനെ തോക്ക് വെച്ച് വെടിവെക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായത്. അതായത് ഒന്ന്, നമ്മൾ തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചല്ലേ സംസാരിച്ചത്. കോൺഗ്രസ് എന്ന പാർട്ടി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തിനകത്ത് പോസിറ്റീവായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്.
നമ്മുടെ നാട്ടിലെ വലിയ ബുദ്ധിജീവിയായുള്ള ബി രാജീവിനെ പോലുള്ള ആളുകൾ കോൺഗ്രസിനെ പഴയ കാലത്തെ കോൺഗ്രസ് ആയിട്ടല്ല കാണേണ്ടത്, പുതിയ കാലത്ത് വേറൊരു തരം കോൺഗ്രസ് ആണ് ഇത്. ഈ കാലത്തെ ഏറ്റവും സാധാരണക്കാരുടെ ഒരു കോൺഗ്രസ്, ഒരു പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസ് ഉയർന്നു വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന കാലത്ത് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ അത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ സുഖകരമല്ലാത്ത പാസ്റ്റിലേക്ക് വെളിച്ചം തെളിച്ചു കൊടുക്കുകയാണ് ഈ കോൺഗ്രസിൻ്റെ ബുദ്ധിജീവികളും സൈബർ അണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ആ വഴിക്കങ്ങ് പോവും. ഏത് ഈ നാടകം നടക്കും, നമ്മളൊന്നും അറിഞ്ഞേ ഇല്ല ഇങ്ങനെ ഒരു നാടകം അവിടെ നടന്നു എന്നുള്ളത്. അപ്പോൾ ഈ നാടകം ആ വഴിക്ക് നടന്നു പോകേണ്ടതിന് പകരം അവിടേക്ക് ടോർച്ച് കളിച്ചത് കണ്ടോ എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? അടിയന്തരാവസ്ഥ കാലത്തെ അടിയന്തരാവസ്ഥ എന്താണ്? ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ, ഇതേ കോൺഗ്രസിൻ്റെ മുൻകാലം, അവർ നടത്തിയ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏക വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. നമുക്കെല്ലാവർക്കും അറിയാലോ. ഏക വനിതാ പ്രധാനമന്ത്രിയുടെ കാലത്തുണ്ടായ ജനാധിപത്യ ധ്വംസനത്തിന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നായിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്ത് സ്ത്രീകൾ എന്താണ് അനുഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആര് കോൺഗ്രസ് അണികൾ. ഇതാ നോക്കൂ, അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാ ഇവർ ഈ ഫോട്ടോ എടുത്തിട്ട് സാധാരണഗതിയിലുള്ളൊരു പെർഫോമൻസിൻ്റെ അംഗചലനങ്ങൾ മാത്രമുള്ള ഈ ദൃശ്യത്തെ എടുത്തിട്ട് മറ്റൊരു പ്ലേസിൽ വെച്ചിട്ട് ഇവരെ അങ്ങ് പരിഹസിച്ച് കളയാമെന്ന തോന്നലോടെ ഉണ്ടാക്കിയ എന്താണ്, നേരെ അടിയന്തരാവസ്ഥയിലേക്ക് പോയി. അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, സ്നേഹലതാ റെഡ്ഡിയും പിന്നെ എന്ത് കാരണത്തിനാണ് അവരെ ജയിലിൽ കൊണ്ടുപോയിട്ടത്? അവരെ ഒരു അറിയപ്പെടുന്ന ആളായിരുന്നു അവരവരുടെ ഭർത്താവും. പട്ടാഭി എന്ന് പറയുന്ന സിനിമാ സംവിധായകനും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായ UR അനന്തമൂർത്തിയുടെ സംസ്കാര എന്ന് പറയുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു നോവലിനെ സിനിമയാക്കിയ സിനിമാ നിർമ്മാതാവും അതിനകത്തൊരു റോളിൽ അഭിനയിച്ച സ്നേഹലതാ റെഡ്ഡിയും ജോർജ് ഫെർണാണ്ടസുമായിട്ട് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നതുകൊണ്ടും സോഷ്യലിസ്റ്റ് ആയിരുന്നതുകൊണ്ടും ഇവരെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടു. അവിടെ വെച്ച് നരകയാതന അനുഭവിപ്പിച്ചു, മരിച്ചുപോയി. അപ്പോൾ ഇവരുടെ കാര്യം മാത്രമാണോ പുറത്തേക്ക് വരുന്നത്? അല്ല, ഈ സംഭവങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് വരിക. അപ്പം നമ്മൾ ഇത് മാത്രമായിട്ടല്ല കേൾക്കുന്നത് കേട്ടോ. അതായത് ഇവർ കോൺഗ്രസിൻ്റെ തന്നെ ദുഷ്ടമായൊരു പാസ്റ്റിലേക്ക് ടോർച്ച് അടിച്ചിട്ട് ആ വെളിച്ചം കാണിച്ച് നാട്ടുകാരെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് എന്താണ്, കഴിഞ്ഞ ദിവസം സജ്ജൻ കുമാർ മരിച്ചു. നമ്മൾ കണ്ടില്ലേ വാർത്ത, സജ്ജൻ കുമാർ മരിച്ചു. ആരാ സജ്ജൻ കുമാർ? സജ്ജൻ കുമാർ ഡൽഹിയിൽ റയറ്റ് നടന്നപ്പോൾ, ഡൽഹി കലാപം എന്താണ്, ഇന്ദിരാഗാന്ധിയെ കൊല ചെയ്തത് ഒരു സിഖുകാരനായ അംഗരക്ഷകനായിരുന്നു. അപ്പോൾ സിഖുകാർക്കെതിരെ കോൺഗ്രസ്സുകാർ മുഴുവൻ സിഖുകാരെ കൊന്നു, തള്ളി, വംശഹത്യ നടത്തി. രാജീവ് ഗാന്ധി അക്കാലത്ത് പറഞ്ഞു, അദ്ദേഹത്തിന് അവരുടെ മകൻ കൂടിയുള്ള രാജീവ് ഗാന്ധി പറഞ്ഞു, വൻമരങ്ങൾ വീഴുമ്പോൾ ഇടയിൽപ്പെട്ട ചെറിയ ചെടികൾ നശിക്കുക എന്നുള്ള സ്വാഭാവികമാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന വൻമരം വീഴുമ്പോൾ ഇങ്ങനൊരു കലാപത്തിൽ സിഖുകാർ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമായ കാര്യമാണെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞു. വലിയ സംഭവമായിരുന്നല്ലോ അത്. അവിടെ 4 പേരടങ്ങുന്ന ഒരു സിഖ് കുടുംബത്തെ കൊല ചെയ്യുകയും ഒരു ഗുരുദ്വാര അഗ്നിക്കിരയാക്കി കളയുകയും ചെയ്ത ആ കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് സജ്ജൻ കുമാർ. ആരായിരുന്നു സജ്ജൻ കുമാർ? ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്. 4 തവണ അല്ലെങ്കിൽ 3 തവണ MP ആയിരുന്നയാൾ. 3 തവണ MP ആയിരുന്ന ഒരു നേതാവ് മുൻകൈ എടുത്തിട്ട് ഒരു 4 അംഗ സിഖ് കുടുംബത്തെ അഗ്നിക്കിരയാക്കി കൊന്നുകളഞ്ഞു എന്ന്, ഒരു ഗുരുദ്വാര അഗ്നിക്കിരയാക്കി എന്ന് ശിക്ഷിക്കപ്പെട്ട, തിഹാർ ജയിലിൽ വെച്ചാണ് മരിക്കുന്നത്. അപ്പോൾ ശിക്ഷിക്കപ്പെട്ട ഒരാൾ, ഒരു അച്ഛനെയും മകനുമായിട്ടുള്ള സിഖുകാരനെ കൊലപ്പെടുത്തി എന്ന കേസ് വേറെയുമുണ്ട്. ഇങ്ങനെ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട സജ്ജൻ കുമാർ വാർത്തകളിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ നിറഞ്ഞപ്പോഴാണ്, കോൺഗ്രസിന് ഇങ്ങനൊരു പാസ്റ്റ് കൂടെ ഉണ്ട് എന്ന് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിലൂടെ ടോർച്ച് അടിച്ചിട്ട് ഇതാ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു പാസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ അവരുടെ കേരളത്തിൽ അവർ തിരിച്ചു വന്നിരിക്കുകയാണ്, വളരെ ശക്തമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അവരവരുടെ ഷൂവിലേക്ക് വെടിവെക്കുന്ന പണി ഇവർ ചെയ്തു. അങ്ങനെ വെറുതെ വെടിവെച്ചതല്ല, അവരവരുടെ ഷൂവിലേക്ക് അവർ വെറുതെ വെടിവെച്ചതല്ല, അവരുടെ മനസ്സിലെ ചില ആളുകളുടെയെങ്കിലും മനസ്സിലെ അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ചിന്ത, കലയെ എങ്ങനെ കാണണമെന്ന് PC വിഷ്ണുനാഥനും കുറേയേറെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാർക്കും ഉള്ള ബുദ്ധിയില്ലാത്ത, ആ ചിന്തയില്ലാത്ത ഈ കോൺഗ്രസ്സുകാർ ഈ സ്ത്രീയുടെ ഒരു ഉടുപ്പ്, അവർക്കിഷ്ടമില്ലാത്ത ഉടുപ്പിലൊരു സ്ത്രീ അവിടെ വന്നു നിന്നാൽ, അത് DYFIയുടെ വേദിയിലാണെങ്കിൽ അതിന് പുറത്ത് പുഷ്പൻ്റെ ഒരു ചിത്രം കൂടി ഉണ്ടെങ്കിൽ ഇതാ ഇവരെ അങ്ങ് കളിയാക്കി കൊന്നുകളയാം എന്ന് വിചാരിച്ചിട്ട് അതിസാമർത്ഥ്യം കാണിച്ചാണ്. പക്ഷെ അതിസാമർത്ഥ്യം കൊണ്ട് എന്തുണ്ടായി? അവരുടെ തന്നെ പാസ്റ്റിലേക്ക് പോയി. സ്നേഹലതാ റെഡ്ഡി അതായത് അടിയന്തരാവസ്ഥ കാലത്തെ ഓർക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഒരു കാര്യം എന്താണ്, അടിയന്തരാവസ്ഥ സാധാരണഗതിയിൽ രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയ സംഭവങ്ങളുടെ എല്ലാം ദോഷഫലങ്ങൾ സാധാരണക്കാരെയാണ് ആദ്യഘട്ടത്തിൽ ബാധിക്കുക, അല്ലേ? സാധാരണക്കാരെയാണ് ബാധിക്കുക. സാധാരണക്കാരെ ഒരു പരിധിയിലപ്പുറം എലീറ്റായിട്ടുള്ള ആളുകളെ ഇത് ബാധിക്കാൻ കുറച്ച് വലിയ സംഭവങ്ങളുണ്ടാകണം. ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിൽ എഹ്സാൻ ജാഫ്രി എന്ന് പറയുന്ന MP കൊല്ലപ്പെട്ടു. അപ്പോൾ വലിയ സംഭവങ്ങളുണ്ടാകണം. ഇവിടെ സിനിമാ നിർമ്മാതാവും ഭാര്യയുമാണ് നടിയായിട്ടുള്ള ആളാണെന്ന് ആലോചിച്ചോണം. സിനിമാ നിർമ്മാതാവും ഭാര്യയും അവരെ കൊണ്ടുപോയിട്ടാണ് ജയിലിലിട്ടത്. വേറെയും നടിമാർ ജയിലിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രാജൻ്റെ കാര്യം ഇവിടെ അറിയാം. പിന്നെ എത്രയോ ആളുകൾ, അതായത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാം. ഇപ്പോൾ ശശികല VHPയുടെ നേതാവ് അവരടക്കം ഇതിനെ പരിഹസിച്ചു. പക്ഷേ എന്താ സംഭവം? BJPക്കാർ, അന്ന് BJP ഇല്ല, RSSകാർ, ജനസംഘക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ,
സോഷ്യലിസ്റ്റുകാർ എന്നിങ്ങനെ കോൺഗ്രസിന് എതിർ നിൽക്കുന്ന എല്ലാവരെയും ഒരുപോലെ എതിർത്ത സംഭവമായിരുന്നു ഈ അടിയന്തരാവസ്ഥക്കാലം. കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകാർ, RSSകാർ എല്ലാം ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ജയിലിൽ കൊണ്ടുപോയിട്ടിരുന്നു. ഈ ദുരിതം ഇവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഈ പറയുന്ന പോലെ അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത നൃശംസമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുണ്ട്. അതാത് കാലത്തെ പോലീസുകാർ അവർക്ക് കയ്യിൽ കിട്ടിയ അഹങ്കാരത്തോടെ പ്രയോഗിച്ചു. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മേൽ, സ്ത്രീ ശരീരത്തിന് മേൽ ഇതുപോലെ അവരുടെ അഹന്ത കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ലൈംഗികമായിട്ടും ഉപയോഗിച്ചു. അവരെഴുതി വെച്ച ഡയറിയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ഇത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ, ഈ സെക്കൻഡ്സ് മാത്രമേ നമ്മൾ വിഷ്വൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ പെട്ടെന്ന് ഇതെല്ലാം കൂടെ സമൂഹ മനസ്സിനകത്തേക്ക് അറിയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇത് കോൺഗ്രസ്സുകാർ അവരവരുടെ ഒരു ഷൂവിലേക്ക് വെടിവെക്കുന്ന കാര്യമാണ് ചെയ്തത്. DYFI നന്നായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വേണമല്ലോ കാണാൻ. അവരെ രണ്ടാമതും പിന്നെ അത് പ്രദർശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് അത് ഉപയോഗിക്കും. അടിയന്തരാവസ്ഥ അങ്ങനെ വീണ്ടും ഒന്നുകൂടെ ചർച്ചയാകും. ഇതാണ് അതിൻ്റെ ഫലം.